വിശുദ്ധന്മാരെ, ഇത് G2R പ്ലാറ്റ്ഫോം. എൻ്റെ പേര് കുരുള വർഗീസ്. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന 6 വിധ യാഗങ്ങളെ പര്യവസാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന പുതിയ നിയമത്തിലെ ഇതര യാഗങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അതിൽ സ്തോത്രയാഗം, ദൈവം ചെയ്യുന്ന നന്മകൾ, ഉപകാരങ്ങൾ, അനുഗ്രഹങ്ങൾ, ജയം, സൗഖ്യം ഇത്യാദി പ്രാപിക്കുമ്പോൾ വ്യക്തികളും കുടുംബങ്ങളും രാജാക്കന്മാരും ഉൾപ്പെടെ ചെയ്തിട്ടുള്ള സ്തോത്രയാഗം, അതാണിപ്പോൾ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം. ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി അവർ ദൈവസന്നിധിയിൽ അർപ്പിച്ച സ്തോത്രയാഗങ്ങളുടെ 10 ചരിത്രങ്ങൾ നാം കണ്ടു. ഇനിയും സങ്കീർത്തനങ്ങളിൽ സ്തോത്രം, സ്തോത്രയാഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശം തരുന്ന വേദഭാഗങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം മുതൽ നെഹമ്യാവിൻ്റെ പുസ്തകം വരെയുള്ള സ്തോത്രയാഗ ശുശ്രൂഷകളുടെ 10 ചരിത്രങ്ങളാണ് നാം സംക്ഷിപ്തമായി ചിന്തിച്ച്. ഇതല്ലാതെ ധാരാളം സ്തോത്രയാഗ ശുശ്രൂഷകൾ പഴയ നിയമത്തിൽ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെ സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്ന വിഷയമാണ് നാം പഠിക്കുന്നത്. 1, മരണത്തിൽ ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല. പാതാളത്തിൽ ആരും യഹോവയുടെ നാമത്തെ സ്തുതിക്കുന്നില്ല. എന്നാൽ ജീവനുള്ളവരായ ഞങ്ങളത്രേ ഞങ്ങളുടെ ജീവകാലമൊക്കെയും യഹോവയെ സ്തുതിക്കുന്നത്. ജീവകാലത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഓരോ സ്തുതിയും സ്തോത്രയാഗമാകുന്നുവെന്ന് ദാവീദ് രാജാവ് തന്നെ പാടി. 6-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. 2, ആകയാൽ യഹോവയുടെ വിശുദ്ധന്മാർ യഹോവയ്ക്ക് സ്തുതി പാടുവാനും ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവാനും അർത്ഥാൽ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാനും പ്രബോധിപ്പിക്കുന്ന വേദഭാഗമാണ് 30-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 3, യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നത് സംബന്ധിച്ച് ദാവീദ് രാജാവ് എടുത്ത തീരുമാനം, ഞാൻ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് ദൈവം അവൻ്റെ വിലാപത്തെ നൃത്തമാക്കി അവൻ്റെ രട്ട് അഴിച്ച് സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ യഹോവയ്ക്ക് എന്നേക്കും സ്തോത്രം അർപ്പിക്കും. എന്തിനാകുന്നുവെന്ന് 30-ാം സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യത്തിൽ വളരെ വിശാലമായി ദാവീദ് എഴുതിയിരിക്കുകയാണ്. എൻ്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി, ഞാൻ ഉടുത്തിരുന്ന രട്ട് അഴിച്ച് എനിക്ക് സന്തോഷം നൽകി. ഒട്ടും വ്യത്യാസമല്ലാത്ത തരത്തിലല്ലേ നമ്മെ ദൈവം നടത്തുന്നത്? നാം എന്ത് ദൈവത്തിന് അർപ്പിച്ചു? യാതൊരു ചിലവുമില്ലാത്ത വിഷയമല്ലേ ഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ. ഇടവിടാതെ അത് അർപ്പിക്കാം. 4, ദാവീദ് തുടരുകയാണ്, ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യമായി മാത്രമല്ല മഹാസഭയിലും ബഹുജനത്തിൻ്റെ നടുവിലും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും സ്തുതി പാടുകയും ചെയ്യും എന്ന് പറയുന്നു. 35-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തുതിയൊക്കെ പറയും ചിലർക്ക് ലജ്ജയാണ്, നാണമാണ്. അതുകൊണ്ട് തനിയെ പറഞ്ഞുകൊള്ളാം എന്നാണ് പറയുന്നത്. എത്ര നന്മകൾ ചെയ്താലും സഭാമധ്യത്തിൽ എഴുന്നേറ്റൊരു സാക്ഷ്യം പറയുവാൻ പോലും, ദൈവം ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് ഒരു വിറ്റ്നസ്സിക്ക് പറയുവാൻ പോലും തയ്യാറാകാത്ത പലരും ഉണ്ട്. അടുത്തത്, ദൈവം ചെയ്ത നന്മകൾ എനിക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അടുത്ത നന്മകൾ ആരും ചെയ്യാതിരിക്കുമോ എന്ന് ഭയന്ന് അത് പരസ്യമായി പറയാത്ത ശുശ്രൂഷകന്മാരും ഉണ്ട്. അത് ചെയ്യരുത്. ദൈവം ചെയ്യുന്ന നന്മകൾ മഹാസഭയിലും, അതായത് ജനറൽ കൺവെൻഷനിലും, ബഹുജനത്തിൻ്റെ നടുവിലും, സഭായോഗത്തിലും പറയണം. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ പ്ലാറ്റ്ഫോമുകൾ കയറി വീമ്പിളക്കി താൻ ആരോ ആണെന്നുള്ളത് പ്രസ്താവിക്കുകയല്ല, ഭാഷാശൈലി വെളിപ്പെടുത്തുകയല്ല, ജ്ഞാനം വെളിപ്പെടുത്തുകയല്ല. ദൈവം ചെയ്ത നന്മകളെ ജനസമൂഹത്തിന് മുന്നിൽ പറയുവാൻ നാം പ്രതിഷ്ഠയുള്ളവരായിരിക്കണം. അതാണ് സ്തോത്രയാഗം. 5, ശബത്തുനാൾ അഥവാ വിശ്രമ ദിവസം ദൈവം തൻ്റെ ജനത്തിന് വേർതിരിച്ച് നൽകിയതിൻ്റെ പ്രധാന ലക്ഷ്യം അവർ വിശ്രമചിത്തരായി യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതിനും യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നതിനും വേണ്ടി അത്രേ. അതിനുള്ള വ്യവസ്ഥകൾ കൂടെ വായിക്കണം, ചിന്തിക്കണം കേട്ടോ. മിസ്രൈമിൽ ഇഷ്ടിക ഉണ്ടാക്കുന്ന തൊഴിലായിരുന്നു ഇവരുടെ വല്യപ്പച്ചന്മാർക്ക്. രാവിലെ പോകും, വൈകിട്ട് മാത്രം വരും. അവർ ദൈവത്തെ സേവിപ്പാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ നിയമത്തെ കഠിനമാക്കി. ഇഷ്ടിക ചുടുന്ന താളടി കൊടുക്കാതെയായി. എണ്ണം കുറയ്ക്കുകയും അരുത്. വിശ്രമരഹിതരായി, ഉറക്കമില്ലാത്തവരായി. അടിയുടെ പാടുകൾ
ശരീരത്തിൽ വീണതിനാൽ വ്രണങ്ങൾ നിറഞ്ഞവരായി. ഇരുന്ന ഇടത്തു നിന്ന് 40 ദീർഘവർഷങ്ങൾ യാതൊരു ജോലിയും ചെയ്യാതെ, താളടി പെറുക്കണ്ട, മണ്ണ് കുഴച്ച് ചെങ്കല്ലുകൾ ഉണ്ടാക്കണ്ട, കുഞ്ഞുങ്ങളുമായി സമയം ചെലവഴിപ്പാൻ ഇല്ലാതിരുന്ന സമയമല്ല. പാളയത്തിന് പുറത്തു, വീടിൻ്റെ പുറത്തു വന്ന് കിടക്കുന്നത് പെറുക്കി ഉരലിട്ടിടിച്ച് കുഴച്ച് ഭക്ഷണമുണ്ടാക്കിയാൽ മാത്രം മതി. അരപ്പൊക്കത്തിൽ പറന്നു നിൽക്കുന്ന കാടപ്പക്ഷിയെ പിടിച്ച് പാകം ചെയ്ത് ഭക്ഷിച്ചാൽ മാത്രം മതി. ഒഴുകി വരുന്ന വെള്ളം എടുത്ത് കുടിച്ചാൽ മാത്രം മതി. നീലനദിയിലെ ചെളിക്കുണ്ടിൽ കൂടെ ഒഴുകുന്ന വെള്ളം കോരി കുടിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ദൈവം ശാബത്ത് എന്ന് പറയുന്ന 7ാമത്തെ ദിവസം അവർക്ക് കൊടുത്തത്? വിശ്രമിച്ചിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. അങ്ങനെയുള്ള ആ വിശ്രമ ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുന്നതിനുള്ള വ്യവസ്ഥകളുണ്ട്. എന്തെല്ലാമാണെന്ന് നോക്കുക. 10 കമ്പിയുള്ള വാദിത്രം, ഇൻസ്ട്രുമെന്റ് ഓഫ് 10 സ്ട്രിങ്സ്. സ്തോത്രം. മണ്ണ് വെട്ടുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളുണ്ടല്ലോ, തൂമ്പയും മൺവെട്ടിയും, അതൊക്കെ ദൈവം മാറ്റി ഇപ്പോൾ 10 കമ്പിയുള്ള വാദിത്രമാണ് കയ്യിൽ. വീണ, സോൾട്ടറി, ല്യൂട്ടോ, ലേറോ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇടം കൈയും കൊണ്ട് വീണ പിടിച്ച് വലം കൈയും കൊണ്ട് സ്ട്രിങ് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു കയ്യിൽ മൺവെട്ടി, മറുവയിൽ ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ മണ്ണ് കോരുന്ന പാത്രം, അതും മാറ്റി. ഇപ്പോൾ ഗംഭീര സ്വരമുള്ള കിന്നരം, ഹാർപ്പ് വിത്ത് സോളം സൗണ്ട്, മറ്റേ നിലവിളിയുടെ ശബ്ദമായിരുന്നു. രാവിലെയും രാത്രി തോറും ദൈവത്തിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്ന സ്തോത്രയാഗം അർപ്പിക്കുകയാണ് ഇപ്പോൾ സങ്കീർത്തനക്കാരൻ. തൻ്റെ ജനത്തിന് ദൈവം കൊടുത്ത വിശ്രമത്തിൻ്റെ ദിവസങ്ങൾ. 92-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയ്ക്ക് സ്തോത്രയാഗം ഇவ்விധം അർപ്പിക്കുന്നത് മറ്റ് യാഗങ്ങൾ അർപ്പിക്കുന്ന ലേവിഗോത്ര പുരോഹിതന്മാർക്ക് മാത്രം അല്ല. യഹോവയാം ദൈവത്തിൻ്റെ ദയ, അനുഗ്രഹം, ജയം, സൗഖ്യം എന്നിവ പ്രാപിച്ച ആർക്കും അത് സാധിക്കും. തന്നെയുമല്ല, സ്തോത്രയാഗം അർപ്പിച്ച് സ്തോത്രഗീതം പാടുന്നതിന് ഒരു കൂടാരത്തിൻ്റെ അഥവാ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലും ആലയത്തിൻ്റെ ഉള്ളിലും യാഗപീഠത്തിൻ്റെ അരികിലും പുരോഹിതന്മാരുടെ അടുക്കലും അനുവാദം ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. പ്രത്യുത ആർക്കും എവിടെയും സ്തോത്രയാഗം അർപ്പിക്കാം എന്നുള്ള സത്യം വിസ്മരിച്ചു കളയരുത്. ഏത് സമയത്തും അതർപ്പിപ്പാൻ ഉള്ള അവകാശം നമുക്കുണ്ട്. അത് എന്തിനൊക്കെ വേണ്ടിയാകുന്നു എന്നുകൂടി രാജാവ് ദാവീദ് ഓർപ്പിക്കുന്നത് 103-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രോതാക്കൾ ദയവായി ആ വേദഭാഗങ്ങൾ ഒന്ന് എടുത്ത് വായിച്ച് ധ്യാനിക്കുന്നത് നന്നാണ്. ആരുടെയും അനുവാദം വേണ്ട, ആരുടെയും സ്ഥലം വേണ്ട. ബസ് സ്റ്റാൻഡിലാകട്ടെ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാകട്ടെ, വീട്ടിലാകട്ടെ, കുശിനിയിൽ ആഹാരം പാകം ചെയ്യുമ്പോഴാകട്ടെ, ഏത് നിമിഷത്തിലും സ്തോത്രയാഗം അർപ്പിക്കുവാൻ അവകാശമുണ്ട്. അവിടെ ഒരു യാഗപീഠം പണിയണ്ട. 4 പുരോഹിതന്മാർ ചുമന്നുകൊണ്ടുവരുന്ന യാഗപീഠം അവിടെ കൊണ്ടുവെക്കണമെന്നില്ല. ഏത് സമയത്തും ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. അടുത്ത വിഷയം സ്തോത്രയാഗവും പുതിയ നിയമ ശുശ്രൂഷയും. പുതിയ നിയമയാഗങ്ങൾക്ക് കാർമ്മികത്വം നടത്തുന്നത് ലേവി ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതന്മാരും അതിന് നേതൃത്വം കൊടുക്കുന്നത് ആദ്യ മഹാപുരോഹിതനായ അഹരോന്റെ വംശാവലിയിൽപ്പെട്ടവർ മാത്രമായിരുന്നുവല്ലോ പഴയ നിയമത്തിൽ. എന്നാൽ വിശുദ്ധ പുതിയ നിയമ വ്യവസ്ഥയായി സ്തോത്രയാഗം അർപ്പിക്കുന്നതിനുള്ള വിഷയങ്ങൾ, സ്വാതന്ത്ര്യം എത്ര വലുതാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ അല്പം, ഇവിടെ അല്പം, അവിടെ ചട്ടം, ഈ ചട്ടം എന്നിത്യാദി നിയമങ്ങൾ ഒന്നും ഈ സ്തോത്രയാഗത്തിൽ, പുതിയ നിയമത്തിലെ സ്തോത്രയാഗം അർപ്പിക്കുന്നതിൽ ആവശ്യമില്ല. പുതിയ നിയമ ദൈവസഭ ആത്മീയ അന്ധകാരത്തിൽ നിന്നും ആത്മീയ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും വിശുദ്ധ വംശവുമാകുന്നു എന്നല്ലേ
വിശുദ്ധ പത്രോസ് 1-2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണല്ലോ നമ്മുടെ കുറിവാക്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പുരോഹിത വർഗം, വിശുദ്ധ വംശം, ഒരു പ്രത്യേക ജാതി, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നീ വാക്കുകൾ വ്യക്തമാക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളെയും യുവതി യുവാക്കളെയും ചേർന്നിട്ടുള്ള സംഘത്തെയാണ്. അവിടെ ജാതി, വർഗം, വംശം, ജനം എന്നിവരും ഉൾപ്പെട്ട ഒരു കൂട്ടമത്രേ. അതിനാധാരമായി ദൈവവചനം എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞാടേ, അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങയുടെ രക്തം കൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, സർവഗോത്രത്തിലും, ഭൂമിയിൽ എത്ര ഗോത്രങ്ങളുണ്ടോ ആ ഗോത്രത്തിലും, സകല ഭാഷകളിലും 2800 ഭാഷകൾ, എബ്രായ ഭാഷ മാത്രമല്ല, വംശത്തിലും എത്ര വംശങ്ങളുണ്ട്, ജാതിയിലും എത്ര ജാതികളുണ്ട്. കേരളത്തിൽ തന്നെ 56 ജാതികളുണ്ടെന്നാണ് പഴയ കാലങ്ങളിൽ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ളവരെ എവരി കിൻഡ്രഡ്, ടങ്, പീപ്പിൾ, നേഷൻ, ഫ്യൂലെ, ഗ്ലോസെ, ലാവോസ്, എത്നോസ് എന്നീ പദങ്ങളാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ആ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച താൻ അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്ത പുത്രന്റെ വാക്കുകൾ പത്രോസിന്റെ വാക്കുകളോട് ചേർന്ന് ഇവിടെ വിളിച്ചു പറയുന്നു. ഈ വിളിക്കപ്പെട്ടവരിൽ യാതൊരുവിധ വർഗ, വർണ്ണ, ജാതി, ദേശ, പാരമ്പര്യ, ഗോത്ര, ലിംഗവ്യത്യാസവുമില്ല എന്ന പരമാർത്ഥം മറന്നുപോകരുത്. വെളുത്തവനോ കറുത്തവനോ അല്ലെങ്കിൽ ഇസ്രായേൽ ദേശക്കാരനോ അല്ലെങ്കിൽ യാതൊരുവിധമായ സിവിലൈസേഷൻ ഇല്ലാത്ത രാജ്യത്തിൽ നിന്നുള്ളവരാണെന്നോ വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി തൻ്റെ സ്വന്തം ജനമാക്കി. അപ്പോൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, വിലയ്ക്ക് വാങ്ങുവാനായി അയക്കപ്പെട്ട ദൂതന്മാരുടെ അഥവാ അപ്പസ്തലന്മാരുടെ, പ്രവാചകന്മാരുടെ, സുവിശേഷകന്റെ, ഇടയന്റെ, ഉപദേഷ്ടാവിന്റെ സ്വന്തം അല്ല. അങ്ങനെ കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ മേൽ യാതൊരു വ്യക്തിക്കും യാതൊരു അവകാശവുമില്ല. അങ്ങനെയാകുന്നുവെങ്കിൽ ഇന്നയാളിന്റെ സഭ എന്ന്, ഇന്ന പ്രസ്ഥാനത്തിന്റെ സഭ എന്നൊക്കെ പറയുന്ന അബദ്ധധാരണയാണ്. അങ്ങനൊരു വിഷയം ദൈവവചനത്തിലില്ല. പൗലോസ് ലേഖനം എഴുതിയപ്പോഴും പത്രോസോ യാക്കോബോ യൂദയോ ലേഖനം എഴുതിയപ്പോൾ ഞാൻ സ്ഥാപിച്ച സഭയെന്ന് പറയുന്നില്ല, എൻ്റെ സഭയെന്നും പറയുന്നില്ല, ക്രിസ്തുവിൻ്റെ സഭ, ദൈവസഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അടുത്തത്, സൃഷ്ടികർത്താവായ ദൈവം താൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ജാതിയും ഗോത്രവുമില്ല, 2 ജാതികൾ മാത്രം, ആൺജാതി, പെൺജാതി. ഒരിക്കൽ കൂടെ, ആൺജാതി, പെൺജാതി. മത്തായി സുവിശേഷം 19:4 സൃഷ്ടിതാവായ ദൈവം അദൃശ്യനായിരുന്നവൻ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചവൻ ദൃശ്യരൂപമെടുത്ത് ജനത്തിന് നടുവിൽ വന്നപ്പോൾ ഭൂമിയുടെ മധ്യഭാഗത്തു നിന്ന് പ്രസംഗിച്ച ദൈവവചനമാണ്. 2, സുവിശേഷകർ സുവിശേഷ കേൾവിയാൽ വിശ്വാസത്താൽ രക്ഷ സ്വന്തമാക്കുന്ന വിഷയത്തിൽ യഹൂദനും യവനനും, അതായത് ജ്യൂസ് ആൻഡ് ജെന്റൈൽസ് ഓർ ഗ്രീക്സ്, രക്ഷയ്ക്കായി വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി ഇവർക്കെല്ലാവർക്കും തുല്യമത്രേ. റോമർക്ക് എഴുതിയ ലേഖനം 1:16. യഹൂദന് കൂടുതലും യവനർക്ക് കുറവും, അന്യജാതികളിൽ നിന്നുള്ളവർക്ക്, ആദിവാസികളിൽ നിന്നുള്ളവർക്ക് അല്പവും ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഈ രക്ഷ തുല്യമാണ്. പാപം ചെയ്തതിനാൽ മനുഷ്യനും ഭാര്യയ്ക്കും തുല്യമായി ഉണ്ടായിരുന്ന ദൈവ തേജസ്, ഈക്വൽ ഗ്ലോറി, ഉൽപ്പത്തി പുസ്തകം 2:25, ഇരുവർക്കും നഷ്ടമായത് തുല്യ സമയത്തായിരുന്നുവല്ലോ. ഉൽപ്പത്തി പുസ്തകം 3:6, റോമർക്ക് എഴുതിയ ലേഖനം 3:23 വാക്യം. 4, വിശ്വസിക്കുന്നവർ ഓരോരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നവർ ആരായാലും യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ആര് വിളിക്കുന്നോ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രമാണം. റോമർക്ക് എഴുതിയ ലേഖനം 10:11-12 വാക്യങ്ങൾ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കൂടെ ലഭ്യമാകുന്ന രക്ഷ യഹൂദന്മാരുടെ ആകട്ടെ യവനന്മാർക്കാകട്ടെ
വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമാകുന്നു എന്ന് തുല്യാവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നു. അത് യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തു ആരുടെയും കുത്തകയല്ല. യേശുക്രിസ്തു സകല ലോകത്തിൻ്റെയും പൊതുമുതലാണ്. ഒരിക്കൽ കൂടെ, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ മോണോപ്പൊളി ടു എനി വൺ, ബട്ട് ഹീ ഈസ് എ പബ്ലിക് പ്രോപ്പർട്ടി ഫോർ ഓൾ പീപ്പിൾ. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. യഹൂദന്മാരോ, 6-ാമത്തെ കാര്യമാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ദൈവസഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ അദൃശ്യ ശരീരത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് ദൈവസഭയോട് ചേരുന്ന എല്ലാ വിശ്വാസികളും അതാത് നിമിഷം അതേ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നവരാകയാൽ വെളുത്തവർക്ക് വേണ്ടി ഒരു പ്രത്യേക അവയവം, കറുത്തവർക്ക് വേണ്ടി വേറൊരു പ്രത്യേക അവയവം എന്നിങ്ങനെയുള്ള അവയവ പരിപാടി ദൈവസഭയിൽ ഇല്ല. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. വിശ്വാസികളായ വിശുദ്ധന്മാർ തങ്ങളുടെ പഴയ മനുഷ്യനെയും പ്രവൃത്തികളെയും ഉരിഞ്ഞു കളഞ്ഞ ശേഷം, രണ്ടും കൂടെ ഒന്നിച്ച് പറ്റുകയല്ല ദൈവത്തിൻ്റെ വചനത്തിൽ, തങ്ങളെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പൗലോസ് പറയുകയാണ്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ, അതായത് ഗ്രീക്ക്, ജൂ, സർക്കംസിഷൻ, അൺസർക്കംസിഷൻ, ബാർബേറിയൻ, സ്കൈത്യൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ എന്നാ കേട്ടോ, തൊഴിൽ ചെയ്ത് ഉപജീവനം, കൂലിവേല ചെയ്യുന്നവർ എന്നുമില്ല, അടിമകളും സ്വതന്ത്രനുമെന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും ഒരുപോലെ വ്യാപരിക്കുന്നത്. എല്ലാവരിലും എല്ലാം ക്രിസ്തുവാകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചനം 7 ദൈവവചനങ്ങൾ ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുക. കാരണം പല സഭാ സംഘടന ക്രിസ്തുമത വിഭാഗങ്ങൾ ഈ വചനം തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. വിശേഷാൽ സ്ത്രീകളുമായുള്ള വിഷയങ്ങളും, എന്തിനധികം പെന്തക്കോസ്തുകാർ വരെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് മറന്നുപോകരുത്. അതിൽ വർഗവർണ്ണ വ്യത്യാസം ഇല്ല. അതിൽ യഹൂദനും യവനനും എന്നുമില്ല, ആണും പെണ്ണും എന്നും ഇല്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. വ്യത്യാസം ഒരിക്കൽ കൂടെ പറയാം. ഈ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ ആഫ്രിക്കക്കാരനെന്നോ ആസിയക്കാരനെന്നോ വെളുത്ത വർഗക്കാരാകുന്ന യൂറോപ്യരെന്നോ ഇംഗ്ലണ്ടുകാരെന്നോ അമേരിക്കക്കാരെന്നോ ഇല്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എന്നില്ല, ദ്രാവിഡനും ബ്രാഹ്മണനും എന്നില്ല. അതിൽ യഹൂദനെന്നും യവനനും എന്നില്ല, എസ്സിയോ എസ്റ്റിയോ ഫോർവേഡ് ബ്ലോക്കോ ബാക്ക്വേഡ് ബ്ലോക്കോ എന്നുമില്ല, ആണും പെണ്ണും എന്നില്ല. എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെല്ലാവരും ഒന്നാകുന്നു. അതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടേതെന്ന് അഭിപ്രായപ്പെടുന്ന സഭക്കാരും ഡിവിഷനും സ്റ്റേറ്റും ഒക്കെ പറയുന്നത് ദൈവവചന വിരുദ്ധമാണ് എന്ന് മറന്നുപോകരുത്. ഗലാത്യർക്ക് എഴുതിയ 3:27-28 സശ്രദ്ധം വായിച്ചു നോക്കുക. കർത്താവേ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിന്റെ മുൻപിൽ തലവണക്കുന്നു. രാജകീയ പുരോഹിത വർഗമാണ് ഞങ്ങൾ. ഇതിന് കാരണക്കാരനാണ് ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തെ ഉയർത്തി വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് എല്ലാ ബഹുമാനവും തിരുപ്പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.